உங்களைத்தான் சஸ்பெண்ட் பண்ணும். ஏயா நீ ஏன் செக்யூரிட்டிக்காரனுக்கு துப்பாக்கி கொடுக்கல? கொடுத்தாச்சு சார். அப்ப திருடன் ஏன் அந்த ஷூட் பண்ணல? He is not an ordinary criminal. தமிழ்ல பேசியா? ഇംഗ്ലീഷ്കാരൻ ഊരോട്ട് പോയച്ച് ഇന്ന് ഞാൻ ഇംഗ്ലീഷിൽ പേസിക്കിട്ട്. മിസ്റ്റർ കൃഷ്ണൻ നായർ, ഇത്രയും വില കൂടിയ ഒരു കിരീടം ഈ നാട്ടുകാർക്ക് കാണാൻ വേണ്ടി മ്യൂസിയത്തിൽ കുറച്ചു ദിവസം സൂക്ഷിക്കാമെന്ന് സെൻട്രൽ മിനിസ്റ്റർ സമ്മതിച്ചപ്പോ നിങ്ങൾക്കെന്താ ഒരു സീരിയസ്നെസ് വേണ്ടേ? ராஜா செங்குட்டுவன் காலத்துல கடவுளுக்கு போட்ட அந்த தங்க கிரீடத்தை நம்மளால காப்பாற்ற முடியல. அதோட மதிப்பை நான் தெரியுமா உங்களுக்கு? കാഞ്ചി വലിച്ച പൊട്ടാത്ത തോക്കും കൊടുത്ത് കുറെ മണ്ടന്മാരെയാണോ അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്? അപ്പടിക്കാണെങ്കിൽ സാർ. സാർ, പൊട്ടുന്ന തോക്കുകൾ ഡിപ്പാർട്ട്മെന്റ് വളരെ കൂടുതലില്ലാന്ന് സാർ മനസ്സിലാക്കണം. അതിരിക്കട്ടെ, മോഷ്ടാവിനെ പറ്റി വല്ല തുമ്പും കിട്ടിയോ? അയാൾ വെൽ പ്ലാൻഡ് ആയിരുന്നിരിക്കണം. അല്ലെങ്കിൽ അലാറം അടിക്കുന്ന ഏരിയയിലൊന്ന് സ്പർശിക്ക പോലും ചെയ്യാതെ കിരീടം എടുത്തുകൊണ്ട് പോകാൻ സാധ്യമല്ല. ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കമാണ് അയാൾ കാണിച്ചത്. കള്ളനെ പോലത്തെ കാര്യം പറയൂ. ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഒരു മഞ്ഞ ടാക്സി തട്ടിയെടുത്തുകൊണ്ടാണ് അയാൾ മ്യൂസിയത്തിലേക്ക് വന്നത്. മോഷണത്തിന് ശേഷം കാർ ഹൈവേയിൽ ഉപേക്ഷിക്കാനുണ്ടായത്. ഇന്ത്യ കോണ്ടിനെന്റൽ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് പറയുന്നത് പോൾ ബാർബർ എന്ന പേരിൽ ഒരാൾ അവിടെ താമസിച്ചിരുന്നുവെന്നാണ്. വെളുപ്പിന് 5:30 മണിക്ക് കീറിയ ഒരു കറുത്ത ഷർട്ടും ചോര ഒലിപ്പിക്കുന്ന മുതുകുമായി അയാൾ പുറത്തുനിന്ന് കയറി വരുന്നത് റിസപ്ഷനിസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു, കയ്യിലൊരു ബാഗുമായി. ഉടനെ വേഷം മാറി വന്ന അയാൾ റൂം വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഈ പോൾ ബാർബർ ലുഫ്താൻസക്കാരുടെ ഫ്ലൈറ്റിൽ ന്യൂയോർക്കിലേക്ക് കടന്നു എന്ന് മനസ്സിലായി. ഓ മൈ ഗാഡ്, ഇവർ എന്നെ சொல்றாரு? എല്ലാം അപ്പുറമാ சொல்றேன். മ്യൂസിയത്തിലെ കമ്പിവേലിയിൽ കുടുങ്ങിയ ആവണം പുറം മുറിഞ്ഞത്. വേലിയിൽ നിന്ന് ഒരു കഷ്ണം കറുത്ത തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ തന്നെ ആവണം അയാൾ. கிரீடம் கிடைக்கலன்னா உங்களை தீர்த்து கட்டிடுவேன். മുയற்சி பண்ணிடுவோம் சார். அமெரிக்காவுக்கு போன திருடனை எப்படி பிடிக்கிறது? அது அவ்வளவுதான் ஐயா. அப்படி சொல்லாதுங்க சார். உயிரை கொடுத்தும் இந்த கிரீடத்தை நான் திருப்பி கொண்டு வந்துருவேன். நம்பிக்கை இல்ல. ப்ளீஸ் சார், லெட் us wait and see. முதல்ல சொல்லியாச்சு இங்கிலீஷ்ல பேசாதேன்னு. സോറി സാർ, മன்னிച്ചിടുங்க. ഈ മോഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എല്ലാ ഗൗരവത്തോടെയും ഞാനത് മനസ്സിലാക്കുന്നു. വേണ്ടി വന്നാൽ CID വകുപ്പിൽ നിന്ന് ചിലരെ അമേരിക്കയിലേക്ക് അയക്കേണ്ടി വരും. എന്ത് ചെയ്തിട്ടായാലും തുമ്പുണ്ടാക്കിയേ പറ്റൂ. ഇത്തരം പ്രമാദമായ കേസുകൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവർ ഇവിടെ ഉണ്ട് സാർ, ഇവിടെ ഉണ്ട്. അവര് തന്നെ ശരണം. നോക്കിക്കോണം, ആ വൃത്തങ്ങളുടെ നടുവിൽ ഒരു സെന്റർ പോയിന്റ് കണ്ടു. പോയിന്റ് ഒക്കെ കണ്ടു. നീ അവിടെ ഉണ്ട കൊള്ളിക്കുന്നതാ എനിക്ക് കാണേണ്ടത്. ആ കൊള്ളിക്കാം. കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞ ഒന്ന് എയിം ചെയ്യണ്ടേ? പൊട്ടട്ടെ പൊട്ടട്ടെ. നീ ചിലക്കായിരിക്കും. 1 2 3. നിന്റെ ഉണ്ട അങ്ങ് നേരെ ബഹിരാകാശത്തേക്ക് പോയി. പലകെ കൊണ്ടില്ലേ? എവിടുന്ന്? എന്റെ വീട് നോക്കിയോ. അത് കാണട്ടെ. റെഡി? 1 2 പലകെ കൊണ്ടു. അവിടെ ഒരു പശു മറിഞ്ഞു വീണു. അതുകൊണ്ട് നിന്റെ വെടി അതിനിട്ടാണോ കൊണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ വെടി കറക്റ്റായിട്ട് പലകയെ തന്നെയാ കൊണ്ടത്. വാ നോക്കാം. നീ പോയി നോക്കിട്ട് വാ. ഞാൻ വരണോ? വരാൻ വെടി കൊണ്ടത് പശുവിനല്ല. ഓടിക്കോ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സർ, മിസ്റ്റർ രാംദാസ് എങ്ങോട്ടാ? ഓട്ടപരിശീലനമാണ് സാർ. കയറേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ അവിടെ ഒരു ബഹളം? അവിടെ പിന്നെ നാട്ടുകാർ ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലിയാണ് സാർ. പോവാ 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 പോവാ.